Hi friends, welcome to my channel. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് സുന്ദരപാണ്ഡിയപുരത്തേക്കാണ്. അപ്പോൾ സുന്ദരപാണ്ഡിയപുരം എന്ന് പറയുമ്പം എല്ലാവർക്കും മനസ്സിലാവും, അതെ, സൂര്യകാന്തി തന്നെയാണ്. സൂര്യകാന്തി പൂത്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാനായിട്ട് പോവുകയാണ്. അപ്പം പോകുന്ന വഴിക്ക് ഒരു ദിവസത്തെ ഫുള്ള് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. കാരണം സുന്ദരപാണ്ഡിയപുരത്ത് മാത്രം ആയിട്ട് പോകുന്നത് അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ അവിടെ കുട്രാലം അതുവഴി നമുക്ക് പോകാൻ പറ്റും. പിന്നെ തെന്മല, പാലരുവി, ഇതെല്ലാം നമുക്ക് ഈ ഒരു ദിവസം കൊണ്ട് തന്നെ നല്ലവണ്ണം പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ കവർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എന്തായാലും യാത്ര ആരംഭിക്കാം. ഞാൻ രാവിലെ 6 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന്. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ റൂട്ടെന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് നിന്നും പാലോട്, ആര്യൻകാവ്, ചെങ്കോട്ട വഴി കമ്പിളി സുറണ്ടി റൂട്ടാണ്. അപ്പം മൊത്തത്തിൽ 125 കിലോമീറ്റർ ഉണ്ട്. കമ്പിളി നിന്നും സുന്ദരപാണ്ഡിയപുരത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഈ പ്രാവശ്യം സുന്ദരപാണ്ഡിയപുരത്ത് കൂടുതലും പച്ചക്കറി കൃഷിയാണുള്ളത്. അപ്പം കാണണമെങ്കിൽ കമ്പിളി സുറണ്ടി റൂട്ടിലാണ്. കമ്പിളി നിന്നും ഓൾമോസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് അത്യാവശ്യം സൂര്യകാന്തി പാടം കാണാൻ കിട്ടും. നമ്മളങ്ങനെ കമ്പിളി കഴിഞ്ഞു. ഇവിടെ നിന്നും റൈറ്റിലേക്ക് പോയാൽ സുന്ദരപാണ്ഡിയപുരം, സ്ട്രെയിറ്റ് പോയാൽ സുറണ്ടൈ. നമുക്ക് സുറണ്ടൈ റൂട്ടാണ് പോകാനുള്ളത്. ഇവിടെ നിന്നും ഒരു 1.5 കിലോമീറ്റർ മാത്രം സുറണ്ടൈ റൂട്ട് പോയാൽ മതി. നമുക്ക് സൂര്യകാന്തി പാടങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാടത്തിലേക്ക് ഇറങ്ങാനായിട്ട് പാർക്കിംഗ് സ്പേസ് തീരെ ഇവിടെ കുറവാണ്. ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പം തിരിച്ച് റിട്ടേൺ വരുന്ന ടൈമിൽ ഇവിടെ ഇറങ്ങാം. നമുക്കിപ്പോൾ മുന്നോട്ടുള്ള പാടം കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ അവസാന സൂര്യകാന്തി പാടത്തിലെത്തി. ഇപ്രാവശ്യം നമ്മൾ സുന്ദരപാണ്ഡിയപുരത്ത് പോയില്ല, സുരണ്ടി റൂട്ടിലാണുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല റോഡ് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വ്യൂ കിട്ടും. അതും മെയിൻ റോഡ് തന്നെയാണ്, വലിയ കട്ടറുള്ള റോഡിലൊന്നും കയറണ്ട. കാരണം സുന്ദരപാണ്ഡിയപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം നല്ല ഇടുങ്ങിയ റോഡും ഇച്ചിരി ബുദ്ധിമുട്ടുമായിരുന്നു. ഇതിപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ആ നിൽക്കുന്ന സാമി അണ്ണനാണ് നമ്മളോട് പറഞ്ഞത് സുന്ദരപാണ്ഡിയപുരത്ത് ഇപ്പോൾ പണ്ടത്തെ കണക്ക് സൂര്യകാന്തി കൃഷി കുറവാണെന്നും പച്ചക്കറി കൃഷിയാണ് കൂടുതലെന്നും. അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് പോയി സമയം കളയാനായിട്ട് നിന്നില്ല. ഈ കാണുന്നത് ഉള്ളിക്കൃഷിയാണ് കേട്ടോ.
നമ്മൾ വന്ന ടൈമിൽ ഞാനൊരു ലെഫ്റ്റ് സൈഡിൽ ഒരു നല്ലൊരു പാടം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ആ കാണുന്നത്. അടുത്ത് നമ്മൾ അവിടേക്കാണ് പോകുന്നത്. നമ്മൾ ആദ്യം വന്നപ്പം ലെഫ്റ്റ് സൈഡിൽ ഒരു പാടം കണ്ടില്ലായിരുന്നോ? നമ്മൾ അവിടേക്കാണ് രണ്ടാമത് വന്നേ. ആ ഡ്രോൺ ഷോട്ടൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്കുണ്ടായൊരു സന്തോഷം.
സൂര്യകാന്തി പാടമെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫുഡ് അടിക്കാനായിട്ട് പോകാം. അപ്പോൾ ഫുഡ് അടിക്കാനായിട്ട് തെങ്കാശി റൂട്ടിൽ ഒരു 15 കിലോമീറ്റർ പോകണം. റഹ്മത്ത് പൊറോട്ട സ്റ്റാൾ, അവിടെ ബോർഡർ ചിക്കൻ ഫ്രൈ ആണ് അവിടുത്തെ മെയിൻ സ്പെഷ്യൽ, അതും കോയിൻ പൊറോട്ടയും. സ്ഥിരം പൊറോട്ട കഴിച്ച് മടുത്തത് കൊണ്ട് ഞാൻ ബിരിയാണിയും ബോർഡർ ചിക്കനുമാണ് പറഞ്ഞത്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് കുട്രാലം വാട്ടർഫാൾസിലേക്കാണ്. അപ്പം ഈ ഒരു ഹോട്ടലിൻ്റെ അവിടെ നിന്നും ഒരു 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വാട്ടർഫാൾസിലേക്ക്. വെള്ളം പൊതുവെ കുറവാണ്, എന്നാലും ഞാൻ കഴിഞ്ഞ തവണ വന്നതിൽ നിന്നും വെള്ളം ഇച്ചിരി കൂടുതലുണ്ട്. പക്ഷേ അതിൻ്റെ 5 ഇരട്ടി ആളുകളുണ്ട്. അപ്പം ക്യൂ നിന്നേ കുളിക്കാൻ പറ്റത്തുള്ളൂ. കുറ്റാലത്ത് നിന്നും പിന്നെ നേരെ പോയത് പാലരുവി വാട്ടർഫാൾസിലേക്കാണ്. അവിടേക്ക് ഇവിടെ നിന്ന് 24 കിലോമീറ്ററാണുള്ളത്. മെയിൻ റോഡിൽ നിന്ന് 200 മീറ്റർ അകത്തേക്ക് വന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇവിടെ നിന്നും ആ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ബസ്സിൽ വേണം നമുക്ക് ഇവിടെ നിന്ന് 3.5 കിലോമീറ്റർ വാട്ടർഫാളിലേക്ക് പോകാനായിട്ട്. അപ്പം ഒരാൾക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് 50 രൂപയാണ്. പിന്നെ പാർക്കിംഗ് ഫീ സെപ്പറേറ്റ് ഉണ്ട്. അതിപ്പോൾ 2 വീലറിന് 20 രൂപയായിരുന്നു. കാറും ബസ്സും ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം ധൃതിയിൽ വന്ന് ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് കയറിയതാണ് ബസ്സിൽ. ഇപ്പോൾ താൽക്കാലികമായിട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഇറക്കുന്നില്ല, കാരണം അവിടെ കോൺക്രീറ്റ് ഇടാനായിട്ട് വെള്ളം കുറവായിരുന്ന സമയത്ത് പാറ പൊട്ടിച്ച സമയത്താണ് മഴ പെയ്തത്. അപ്പോൾ അത്യാവശ്യം ഇപ്പം കാണാം ഇച്ചിരി വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കോൺക്രീറ്റ് ഇടാനായിട്ട് പറ്റുന്നില്ല. ഇനിയിപ്പോൾ വെള്ളം കുറയുന്ന ടൈമിൽ കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയി നിന്ന് കുളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ.
ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയതിനാൽ ഞാൻ പെട്ടെന്ന് ഇറങ്ങി. പക്ഷെ താഴെ ബസ് കാത്തു നിന്ന് നല്ല രീതിക്ക് തന്നെ പോസ്റ്റ് കിട്ടി. ഈ പോസ്റ്റ് കിട്ടാനുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് താഴെന്ന് ഒരു ബസ്സിൽ ആൾ ഫുള്ള് ഇല്ലായ ശേഷം മാത്രമേ അവർ മുകളിലേക്ക് വരത്തുള്ളൂ. അപ്പം തിരിച്ച് റിട്ടേൺ പോകുമ്പോഴാണ് നമ്മളെ കയറ്റി കൊണ്ടുപോകുന്നത്. അപ്പം അതുപോലെ ആൾ ഫില്ലായില്ലെങ്കിൽ ബസ് വരാനായിട്ട് ഡിലേ വരും. പിന്നെ 4-4:30 ആകുമ്പം എൻട്രി ക്ലോസ് ആവും. അപ്പോൾ അതിനുശേഷം കാലി അടിച്ച് തന്നെ കയറി വന്ന് നമ്മളെ കൊണ്ടുപോകും. പിന്നെ നമുക്ക് കയറി കാണാൻ പറ്റുന്നു എന്ന് പറഞ്ഞത് തെന്മല ഡാം വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡാമിൻ്റെ ബോട്ടിംഗ് ഉണ്ട്. അത് തെന്മല ഡാം ബോട്ടിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. കുട്ടവഞ്ചി സഫാരി ആയിരിക്കും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ലാതെ ബോട്ടിങ്ങും അവിടെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ. അവർ ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്തുകൊണ്ട് സ്നേഹം കൊണ്ട് എനിക്കൊരു പൂവ് തന്നു കേട്ടോ. അല്ലാതെ ഞാൻ പറിച്ചതല്ല. നമ്മളെ സ്വയം ഇവിടെ നിന്നൊന്നും പറിച്ചെടുത്തുകൊണ്ട് പോകരുത്. അവരായിട്ട് പറിച്ച് തരുന്നെങ്കിൽ ഓക്കെ.